ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഗിരീഷ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ ചാനലിൽ കൂടെയുള്ള ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻസയുടെ പുതിയ ലോഞ്ചായ ഇൻസ 360X5 പറഞ്ഞ മോഡലാണ്. ഇതൊരു 360 ഡിഗ്രി ക്യാമറയാണ്. അപ്പോൾ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാം. സോ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. സോ ഇതാണ് ഇൻസ X5. ഈ ഡിവൈസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 8K റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ബോക്സിൽ തന്നെ നമുക്ക് കാണാം 5.7K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആക്റ്റീവ് HDR-ലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആക്ഷൻ ഫുട്ടേജസ് എല്ലാം സ്മൂത്ത് ആൻഡ് ഷാർപ്പായിരിക്കും. പിന്നെ ന്യൂ വിൻഗാർഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഔട്ട്ഡോർ ഓഡിയോ ക്വാളിറ്റിയൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. പിന്നെ എല്ലാ 360 ക്യാമറയിലുള്ളതുപോലെ തന്നെ ഇതും വാട്ടർ പ്രൂഫാണ്. ബട്ട് നേരത്തെ ജനറേഷനിലെല്ലാം 10 മീറ്റർ ആണെങ്കിൽ ഇത് 15 മീറ്റർ ആണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ടെക്നോളജി. പിന്നെ ഇതിൽ പുതിയ AI ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് AI എഡിറ്റ് അഡ്വാൻസ് ലെവലായിരിക്കും. അതുകൂടാതെ ക്ലൗഡ് ബാക്കപ്പും ലഭിക്കുന്നതാണ്. ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഡിവൈസ് റിലേറ്റഡും മാനുഫാക്ചറർ റിലേറ്റഡ് ഇൻഫർമേഷൻസുമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സായ 8K 360 ഡിഗ്രി വീഡിയോ റെക്കോർഡിങ്ങും പുതിയ AI ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് സുപ്പീരിയർ നൈറ്റ് റെക്കോർഡിങ്ങും ലഭിക്കുന്നതാണ്. ബാക്കി കീ ഫീച്ചേഴ്സായി കാണിച്ചിരിക്കുന്നത് എല്ലാ 360 ഡിഗ്രി ക്യാമറയിലും ഉള്ളതുപോലെ തന്നെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കും വീഡിയോ സ്റ്റെബിലൈസേഷനുമാണ്. സോ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷനാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ് മീ കീപ് ദിസ് അസൈഡ്. രജിസ്റ്റർ ചെയ്യാനായി ആദ്യം തന്നെ നമ്മൾ ബോക്സിലുള്ള QR കോഡ് സ്കാൻ ചെയ്യുക. അത് നമ്മൾ കൊണ്ടുപോകുന്നത് ഇൻസ 360യുടെ ഡിവൈസ് രജിസ്ട്രേഷൻ വെബ്സൈറ്റിലേക്കാണ്. ഇവിടെ നമ്മൾ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. അതിനോടൊപ്പം സീരിയൽ നമ്പർ എൻ്റർ ചെയ്യാം. സീരിയൽ നമ്പർ നമ്മൾ ബോക്സിലെ ബാക്ക് സൈഡിൽ ഈ ഭാഗത്തായിട്ട് കാണും. അത് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡിവൈസ് സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിൽ വരുന്നതായിരിക്കും. ഇനി അൺബോക്സിങ്ങിലേക്ക് തുടരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബോക്സ് കാണുമ്പോൾ പ്രീമിയം പാക്കേജിംഗ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യാം. വാവ്, സി എവറി മൊമെന്റ് വിത്ത് ആൻ ആംഗിൾ, നോ ലിമിറ്റ്സ്. ആക്ച്വലി ട്രൂ. ഇപ്പോൾ പ്രീമിയം ഡിവൈസ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ്. സി അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, സ്റ്റഡിനെസ് നോക്കൂ. പ്രോഡക്റ്റിൽ നമുക്ക് തിരിച്ചു വരാം. ആദ്യം ബോക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ബോക്സിൽ നമുക്ക് കാണാവുന്നത് QR കോഡാണ്. ഇതിൻ്റെ സെറ്റപ്പ് ഗൈഡ്, ട്യൂട്ടോറിയൽ. ഇതാണ് ഇതിൻ്റെ ക്യാരി പൗച്ച്. ഇത് ഇതിൻ്റെ ചാർജിങ് കേബിൾ, ലെൻസ് ക്ലീനർ. പിന്നെ നിങ്ങൾ കാണുന്നത് വാറണ്ടി ഗൈഡ് ആൻഡ് സ്റ്റിക്കേഴ്സ്. ബോക്സിൽ തന്നെ നമുക്ക് വിൻഗാർഡ് ക്ലീൻ സ്റ്റിക്കർ ലഭിക്കുന്നതാണ്. അത് നമ്മുടെ ഡിവൈസിലെ വിൻഗാർഡിൽ എന്തെങ്കിലും ഡസ്റ്റ് കയറിയ ഈ ക്ലീനർ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസിലേക്ക് തിരിച്ചു വരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെൽ പ്രീമിയം ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ താറ്റാണ്. കണ്ടില്ലേ, എയറോഡൈനാമിക് ഡിസൈൻസ്.
Insta360 X5 മെയിൻ ഹൈലൈറ്റ്, അത് 360 ക്യാമറയിൽ വരാത്ത മെയിൻ ഹൈലൈറ്റാണ് റിമൂവബിൾ ലെൻസ്. അഥവാ നിങ്ങളുടെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഈ ലെൻസിൽ ഡാമേജ് കാര്യങ്ങളെന്ന് വരുത്തുകയാണെങ്കിൽ Insta360 പ്രീവിയസ് മോഡലടക്കം X4, X3 അതിലൊന്നും റിമൂവബിൾ ലെൻസ് ആയിരുന്നില്ല. സോ ആ ഡിവൈസസിലെ ലെൻസിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോയി തന്നെ അത് റീപ്ലേസ് ചെയ്യണം. എന്നാൽ X5 ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ലെൻസ് മേടിക്കാൻ കിട്ടും. അത് ഏകദേശം ഒരു 4,000-4,500 രൂപയായിരിക്കും ഓൺലൈൻ വിലയുള്ളത്. സിംഗിൾ പീസാണ്. ആ ലെൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ X5 ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബിഗർ ഡിസ്പ്ലേ. ഇതൊരു 2.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ അത് കാരണം വീഡിയോ കാണാനും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബാറ്ററി. ബാക്കി ജനറേഷൻസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിഗർ ബാറ്ററിയാണ് ഇത് ലഭിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ SD കാർഡ് സ്ലോട്ട്. സോ ഇവിടെ SD കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുക, ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക. ക്ലിക്കുന്ന സൗണ്ട് കേൾക്കും നിങ്ങൾക്ക്. അതാണ് ഇതിൻ്റെ ലോക്കായി എന്നുള്ള സൂചന. അഥവാ ഇത് ലോക്കായില്ല ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. ഇങ്ങനെയാണ് ഇത് ഡിവൈസ് ഇരിക്കണമെങ്കിൽ നിങ്ങൾ ലോക്ക് ആക്കേണ്ടതാണ്. ഈ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. ഈ ജനറേഷനിൽ ചാർജിങ് പോർട്ട് താഴെയാണ്. പ്രീവിയസ് ജനറേഷൻ ചാർജിങ് പോർട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഡിവൈസിൻ്റെ ഫസ്റ്റ് സെറ്റപ്പ് നോക്കാം. ലെറ്റ്സ് പീൽ ഇറ്റ് ഓഫ്. ആദ്യം തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇതിൽ പറയുന്ന Insta360 ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ്. ലെറ്റ് മീ ഡൗൺലോഡ് ദ ആപ്പ് ആൻഡ് ഷോ യു. ഇതിൻ്റെ രണ്ടാമത്തെ 360 ഡിവൈസാണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന മോഡലാണ് Insta360 X3. X3യിൽ നിന്നും X5 എൻ്റെ ഒരു മേജർ അപ്ഗ്രേഡ് തന്നെയാണ് പറയേണ്ടത്. സോ ഓൾറെഡി എൻ്റെ അടുത്ത് Insta360 ഡൗൺലോഡാണ്. ഡിവൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണക്ഷൻ റിക്വസ്റ്റ് വന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വളരെ ഈസി ആയിട്ടാണ് ആപ്പും ഫോണും തമ്മിൽ കണക്റ്റ് ആവുന്നത്. കണക്ഷൻ്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഡിലേയോ ലാഗോ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഡിവൈസ് അപ്ഗ്രേഡായി റീസ്റ്റാർട്ട് ആവുന്നു. അടുത്തതായി നിങ്ങൾക്ക് നിങ്ങളുടെ Insta360 അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഡിവൈസും വൈഫൈ നെറ്റ്വർക്കുമായി പെയർ ചെയ്യാം. ഡിവൈസും വൈഫൈയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്തെന്നാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡിവൈസ് സേവ്ഡ് വൈഫൈ നെറ്റ്വർക്കിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ റെക്കോർഡിങ്സ് എല്ലാം ഇൻസ്റ്റാക്ലൗഡിൽ സിങ്ക് ആവുന്നതാണ്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് iCloudൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ അൺബോക്സിങ്ങും ഡിവൈസ് സെറ്റപ്പും ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഡിവൈസിൻ്റെ യൂസർ എക്സ്പീരിയൻസും റിവ്യൂവും വരുന്ന വീഡിയോയിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.